പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഗതാഗത മന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് ഉള്ള തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തനാപുരം മണ്ഡലത്തിൽ ഒരു തുറന്ന ജീപ്പിൽ ഒരു റോഡ് ഷോ നടത്തുന്നത് ഞാൻ ഏതോ ഒരു ചാനലിൽ കാണുകയുണ്ടായി. പക്ഷെ ആ റോഡ് ഷോ നടത്തുന്ന ശ്രീമാൻ ഗണേഷ് കുമാറിൻ്റെ മുഖഭാവം ഞാൻ നോക്കിയപ്പോൾ ഒട്ടും തന്നെ ആത്മവിശ്വാസം നിഴലിക്കുന്നതായി കാണാൻ കഴിഞ്ഞില്ല. കൃത്രിമമായിട്ടുള്ള ചിരി. അദ്ദേഹം ഒരു സിനിമാ നടനും കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്വാഭാവികമായി ചിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു കൃത്രിമ ചിരി ആണ് കാഴ്ചവെച്ചത്. അതിന് ഇംഗ്ലീഷിൽ ഗ്രിൻ എന്ന് പറയും. നിങ്ങളിങ്ങനെ ചിരിക്കുന്നതിന് പകരം ഇങ്ങനെ പല്ലി ഇളിക്കുമ്പോൾ അതിനാണ് ഗ്രിൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ റോഡ് ഷോയിൽ ആകമാനം അദ്ദേഹം ഇങ്ങനെ കൃത്രിമമായി ചിരിക്കാൻ ശ്രമിക്കുന്നതും അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നതും എനിക്ക് കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങളെ വലിയ വിശ്വാസമാണ്. അദ്ദേഹം എന്ത് ചെറ്റത്തരം കാണിച്ചാലും, അദ്ദേഹം 5000 തവണ 5000 സ്ത്രീകളുമായി ബന്ധപ്പെട്ടാലും 5000 പ്രേമിച്ചാലും, അദ്ദേഹം എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും, എന്തു മോശത്തരം കാണിച്ചാലും പത്തനാപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കും എന്നുള്ള അമിത ആത്മവിശ്വാസമാണ് അദ്ദേഹം പുറമെയെങ്കിലും പ്രകടിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് പത്തനാപുരത്തെ വോട്ടർമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, അതുപോലെ തന്നെ പൊതുവിൽ കേരളത്തിലെ ജനങ്ങളോടും പറയാനുള്ളത്, ഇയാൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തോൽക്കണം. ഇയാൾ ജയിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഇയാൾ ജയിക്കുന്നതിലൂടെ ഇയാൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും, ഇയാൾ നടത്തുന്ന എല്ലാ സ്ത്രീ പീഡനങ്ങൾക്കും ബ്ലാങ്ക് ചെക്കാണ് അതിലൂടെ അയാൾക്ക് ലഭിക്കുന്നത്. നിർഭാഗ്യവശാൽ പത്തനാപുരം മണ്ഡലത്തിലെ ജനങ്ങൾ ഇയാളെ ജയിപ്പിച്ച്, ഈ വിടനെ ജയിപ്പിച്ച് വിട്ടുകൊണ്ടാണല്ലോ ഈ വൃത്തികേട് അയാൾ ഇങ്ങനെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വൃത്തികെട്ടവൻ അവിടുന്ന് ജയിച്ചു വന്ന് മന്ത്രിയാവുന്നതുകൊണ്ടാണല്ലോ ഈ അഹങ്കാരം, ഈ താൻ പ്രമാണിത്വം ഈ ജനങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഇയാൾ അവിടുന്ന് ജയിച്ചു വന്നുകൊണ്ടാണല്ലോ ഈ 5000 സ്ത്രീകളുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലും ഇയാൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പത്തനാപുരം മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്, അതിന് ഇത്തവണ നിങ്ങൾ അറുതി വരുത്തണം. നിങ്ങൾ പത്തനാപുരം മണ്ഡലത്തിൻ്റെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം അത് വീണ്ടെടുക്കണം. അതിനുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങൾക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഈ നരാധമൻ, ഈ വിടൻ, ഈ കാമഭ്രാന്തൻ, ഈ കാമവെറിയൻ, ഈ അഹങ്കാരി, ഈ അപ്രമാദി പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് തോൽക്കും എന്ന് ജനങ്ങൾ, പത്തനാപുരം മണ്ഡലത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ, അവിടുത്തെ 50% വരുന്ന സ്ത്രീ സമൂഹം ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ ചെയ്തികളെക്കുറിച്ച് ഒരു 2-3 വീഡിയോകൾ തുടർച്ചയായി പ്രതിപക്ഷം യൂട്യൂബിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ പരസ്ത്രീ ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്, അതിൻ്റെ ചില വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലും, പ്രത്യേകിച്ച് പത്തനാപുരം മണ്ഡലത്തിലെ വോട്ടർമാരുടെ മുന്നിലും ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ. എനിക്കറിയാൻ കഴിഞ്ഞത് ഒരുപാട് പ്രവാസികളുടെ കുടുംബം നശിപ്പിച്ച ചരിത്രം ഇയാൾക്കുണ്ട്, ഈ നരാധമനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ 2-3 എണ്ണമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് 2 പെൺമക്കളുള്ള സ്ത്രീ ഇയാളെ എന്തോ ആവശ്യത്തിന് സമീപിച്ചു. അവർക്ക് 2 പെൺമക്കളുണ്ടായി. ആ സ്ത്രീ ഇയാളെ സമീപിച്ചു. അയാൾ അവരുമായി ബന്ധം സ്ഥാപിക്കുകയും ആ 2 പെൺമക്കളുള്ള ആ വനിതയിൽ ഇയാൾക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയ വിഷയമായി പിന്നീട് മാറി വന്നു. ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ വീടിന് മുന്നിൽ ഈ വനിത സത്യാഗ്രഹം ഇരിക്കും എന്നുള്ള സാഹചര്യം വരെ ഉണ്ടായി. ഇയാൾക്കെതിരെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇയാൾ വിശാദ കോടീശ്വരനാണല്ലോ. അതുകൊണ്ട് അവരുമായി അദ്ദേഹം ഒരു മുതിർന്ന അഭിഭാഷകൻ വഴി അദ്ദേഹം ഒരു എഗ്രിമെൻ്റ് അവരുമായി ഉണ്ടാക്കിയെന്നും അവർക്ക് വൻതുക കൊടുത്തിട്ട് അവർ വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് അവരിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവനന്തപുരത്ത് സ്ഥിരതാമസമുള്ള ഒരു സ്ത്രീക്ക്
പത്തനാപുരത്തുള്ള ഒരു സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ച് ആ അക്കൗണ്ടിൽ ഗണേഷ് കുമാറിന്റെ പ്രധാന സഹായിയും അയാളുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള ആളാണെന്ന് പ്രദീപ് എന്ന് പറഞ്ഞ ഒരാൾ നിരന്തരമായി പണം നിക്ഷേപിക്കാറുണ്ട് എന്നുമുള്ള വിവരങ്ങളുണ്ട്. അത് അവിടെ ജോലി കൊടുത്തിട്ട് ആ അക്കൗണ്ടിലേക്ക് ഗണേഷ് കുമാറിന് വേണ്ടി ഈ പ്രദീപ് എന്ന് പറയുന്ന ഇയാൾ പണം നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. അവരെ രംഗത്ത് വരില്ല എന്ന് ഗണേഷ് കുമാർ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഉറപ്പാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 2 പെൺമക്കളുള്ള ഒരു സ്ത്രീ. ഇതൊക്കെ അന്വേഷിക്കപ്പെടണം. ഞാൻ പറഞ്ഞത് നാളെ ഒരു സർക്കാർ വന്നാൽ ഇതൊക്കെ കാര്യകാരണ സഹിതം അന്വേഷിക്കപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ കിട്ടിയ വിവരമാണ് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. രണ്ടാമത്തെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? സോളാർ പരാതിക്കാരിയിൽ ഗണേഷ് കുമാറിന് ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം. അത് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഗണേഷ് കുമാറും സോളാർ പരാതിക്കാരിയുമായിട്ടുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ചിട്ട് വിശദമായി പറയുന്നുണ്ട്. സോളാർ പരാതിക്കാരിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ പിതൃത്വം ഗണേഷ് കുമാർ ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. ഈ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യം ഇതുവരെ ഗണേഷ് കുമാർ നിഷേധിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ഗണേഷ് കുമാറിന് ഇപ്പോൾ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഭാര്യയായിട്ടുണ്ട്. ആ ഭാര്യയായിട്ടുള്ളപ്പോഴാണ് സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിനു മുമ്പ് യാമിനി തങ്കച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അവരിൽ 2 ആൺമക്കളുമുണ്ട് ഗണേഷ് കുമാറിന്. ആ ഗണേഷ് കുമാറിനാണ് സോളാർ പരാതിക്കാരിയിൽ രണ്ടാമതൊരു കുട്ടിയുണ്ട് എന്നുള്ള വിവരം പുറത്തു വരും. നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 24 ന്യൂസ് ചാനലിൽ വെച്ച് ഗണേഷ് കുമാറിൻ്റെ അച്ഛനായിട്ടുള്ള ബാലകൃഷ്ണ പിള്ള തന്നെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെന്ന് സോളാർ പരാതിക്കാരി പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, അതിൽ രക്തബന്ധത്തിൻ്റെ വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. രക്തബന്ധത്തിൻ്റെ വിഷയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സോളാർ പരാതിക്കാരുടെ മറുപടി എന്തായിരുന്നു? മേ ബി, എന്നാൽ തുറന്നു പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സോളാർ പരാതിക്കാരി പറഞ്ഞത്. അപ്പോൾ സോളാർ പരാതിക്കാരിയിൽ കുട്ടിയുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. മൂന്നാമത്തെ ഒരു വിഷയമുണ്ട്. അടുത്ത കാലത്തുണ്ടായൊരു വിഷയം എന്തായിരുന്നു? തിരുവല്ലയിലുള്ള കാർണവർ വധക്കേസ്. ആ കാർണവർ വധക്കേസിൽ കുറ്റവാളിയായി ജയിലിൽ കഴിഞ്ഞ ഒരു സ്ത്രീ, അത് കാർണവർ എന്ന് പറഞ്ഞ ഒരാളെ കൊന്ന കേസിൽ കുറ്റവാളിയായി ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്ക് പരോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. അവസാനം ഗവർണർ ഇടപെട്ടിട്ടാണ് അത് തടഞ്ഞത്. അവസാനം ആ സ്ത്രീക്ക് പരോൾ അനുവദിച്ചു. ആ പരോൾ അനുവദിച്ച സമയത്ത് ആ സ്ത്രീയെ, ഷെറിൻ എന്നാണ് ആ സ്ത്രീയുടെ പേര്, ആ സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോയത് ഗണേഷ് കുമാറിൻ്റെ പ്രധാന സഹായിയായിട്ടുള്ള പ്രദീപായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാർണവർ കൊലക്കേസിൽ കാർണവരെ കൊന്ന കേസിലെ കുറ്റവാളിയായി ജയിലിൽ കിടന്ന ഷെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീയെ അവരെ അവസാനം പരോളിൽ ഇറക്കിക്കൊണ്ടുപോയപ്പോൾ അവരെ കൊണ്ടുപോയത് ഇയാളുടെ അടുത്ത സഹകരിയാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇയാളുടെ 2-3 ബന്ധങ്ങളാണ് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ കൂടി പുറത്തുകൊണ്ട്. ഒന്ന്, ഇയാൾക്ക് തിരുവനന്തപുരത്ത് 2 പെൺമക്കളുള്ള സ്ത്രീയിലൊരു കുട്ടിയുണ്ട് എന്നുള്ളത്. അത് കോടികൾ മുടക്കി ഇയാൾ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. 2, സോളാർ പരാതിക്കാരിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ പിതൃത്വം ഇയാൾക്കാണെന്നുള്ളത്, അത് ഇയാൾ നിഷേധിച്ചിട്ടില്ല എന്നുള്ളത്. 3, കാർണവർ കൊലക്കേസിലെ കുറ്റവാളിയായിട്ടുള്ള ഷെറിനെ ജയിലിൽ നിന്ന് പരോളിൽ കൊണ്ടുപോയപ്പോൾ ഇയാളുടെ ഏറ്റവും അടുത്ത സഹാരിയായിട്ടുള്ള പ്രദീപ് എന്ന് പറഞ്ഞ ആളുടെ വാഹനത്തിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇതിലൂടെ 3-ലൂടെയും പുറത്തു വരുന്ന എന്താ സുഹൃത്തുക്കളെ? ഇതിൽ 3-ലൂടെയും പുറത്തു വരുന്നത് ഇയാളുടെ പരസ്ത്രീ ബന്ധമാണ് പുറത്തു വരുന്നത്. ഇയാൾ വന്നിട്ട് പറയുന്നത് എന്താണ്? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിലൊന്നും ആരും ഇടപെടേണ്ട കാര്യമില്ല, അതെൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യമാണെന്നാണ്. അല്ല, ഒരിക്കലും അത് അനുവദിക്കാൻ കഴിയില്ല. കാരണം അയാളൊരു സാധാരണക്കാരനല്ല, അയാളൊരു MLA ആണ്, അയാളൊരു ജനപ്രതിനിധിയാണ് എന്ന് മാത്രമല്ല അയാളൊരു മന്ത്രിയാണ്. സംസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള ഭരണഘടനാ ചുമതലകൾ വഹിക്കുന്ന ഒരു ഗതാഗത മന്ത്രിയാണ് ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാർ തനിക്ക് തോന്നിയ പോലെ വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചു വെച്ചിട്ട്
തൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പീഡനങ്ങൾ മറച്ചു വെച്ചിട്ട്, തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കൊലക്കേസിലെ കുറ്റവാളികളായിട്ടുള്ള സ്ത്രീകളെ മുഴുവൻ ജയിലിൽ ഇറക്കാൻ ശ്രമിച്ചിട്ട്, താൻ എന്ത് കാണിച്ചാലും അത് തൻ്റെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ, ആ അഹങ്കാരം, ആ താൻ പ്രമാദിത്വം, ആ അപ്രമാദിത്വം, അത് തടയാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് പത്തനാപുരത്തെ വോട്ടർമാരാണ്. അവർക്ക് മാത്രമേ ഈ വിടന്റെ, ഈ കാമവെറിയന്റെ ഈ വൃത്തികേടുകൾക്ക് ഒരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ഗണേഷ് കുമാറിന്റെ മസ്തകത്തിന് അടി കൊടുക്കാൻ പറ്റുള്ളൂ. ആ മണ്ഡലത്തിലെ വനിതാ വോട്ടർമാര് ഗണേഷ് കുമാറിനോട് പറയണം, ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയണം. അത് പറയാൻ കഴിയണമെങ്കിൽ അയാളെ ഒരു 5 അക്കത്തിനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണം. ആരും അപ്രമാദികളൊന്നുമല്ല. അയാളുടെ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള എത്ര പ്രാവശ്യം ജയിച്ചു, അവസാനം എന്ത് സംഭവിച്ചു? ഐഷ പാറ്റിയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ. ഒരാൾക്കും ഒരു അപ്രമാദിത്വമില്ല. അതുകൊണ്ട് ഈ ഈ വിടനായിട്ടുള്ള ഇയാളെ, 5000 സ്ത്രീകളുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് പരസ്യമായി പറയാൻ ധൈര്യം കാണിച്ച ഈ മന്ത്രിയെ, ഇങ്ങനൊരു മന്ത്രി കേരളത്തിൽ അവസാനത്തെ മന്ത്രി ആയിരിക്കണം എന്ന് തീരുമാനിക്കാൻ, ഇങ്ങനെയുള്ള ഒരാൾ അവസാനമായി MLA ആവുന്ന ആളാണെന്ന് തീരുമാനിക്കാനുള്ള സുവർണ അവസരമാണ് പത്തനാപുരത്തെ ജനങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 9 ഇയാളുടെ അധ്യായം അവസാനിപ്പിക്കണം പത്തനാപുരംകാർ. ഇയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം പത്തനാപുരംകാർ. ഇയാളുടെ ഈ സ്ത്രീ പീഡനം അവസാനിപ്പിക്കണം പത്തനാപുരംകാർ. അതിന് വേണ്ടിയിട്ടുള്ള വോട്ട് പത്തനാപുരത്തെ വനിതാ വോട്ടർമാർ, പ്രത്യേകിച്ചും പത്തനംതിട്ടയിലെ ആയിട്ടുള്ള വോട്ടർമാർ പൊതുവിലും ചെയ്ത് ഇയാളെ കേരളത്തിലെ ഈ മാലിന്യത്തിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വലിച്ചെറിയാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഈ വീഡിയോയിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഇനിയും വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.